എം ഒരു മാച്ചിങ്ങും കെ ഒരു കവറിങ്ങും ആണെങ്കിൽ മോഡ് എം ഈക്വൽ ടു മോഡ് കെ ആണെങ്കിൽ എം എന്ന് പറയുന്നത് മാക്സിമം മാച്ചിങ്ങും കെ എന്ന് പറയുന്നത് മിനിമം കവറിങ്ങും ആണെന്നാണ് കാണിക്കേണ്ടത്. മാച്ചിങ് എന്താണെന്ന് നമുക്കറിയാമല്ലേ, ഒരു എഡ്ജസിൻ്റെ സബ്സെറ്റുകളെയാണ് നമ്മൾ മാച്ചിങ് എന്ന് പറയാം. അത് അഡ്ജസൻ്റ് ആയിട്ടുള്ള എഡ്ജസുകളെ നമ്മൾ മാച്ചിങ്ങിലേക്ക് എടുക്കില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ ഇതിനൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള എഡ്ജസ് മാച്ചിങ്സിലേക്ക് എടുക്കില്ല, നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള എഡ്ജസുകൾ നമ്മൾ മാച്ചിങ്ങിലേക്ക് എടുക്കുക. ഇപ്പോൾ ഇങ്ങനെ വരക്കുകയാണെങ്കിലും അതെന്താണ് മാച്ചിങ് ആണ്. അഡ്ജസൻ്റ് ആയിട്ടുള്ള എഡ്ജസുകളെ മാച്ചിങ്സിലേക്ക് എടുക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെയുള്ള എം മാക്സിമം മാച്ചിങ് ആണെന്ന് കാണിക്കാം. ഇതിൽ മാക്സിമം മാച്ചിങ് ഏതാ വരിക? ഇപ്പോൾ ഈ ഗ്രാഫിൽ ഇങ്ങനെ ഒരു ഗ്രാഫ് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെയും മാച്ചിങ് വരക്കാം. ഇതിൽ ഈ ഒരു ഗ്രാഫിൽ വരക്കാൻ പറ്റുന്ന ഒരു മാച്ചിങ് ആണ് ഇത്. ഇതിലിതാ എനിക്ക് ഇങ്ങനെയും ഒരു മാച്ചിങ് എനിക്ക് വരക്കാം. ഇത് രണ്ടും സെയിം ഗ്രാഫാണല്ലോ. പക്ഷെ ഞാൻ ഇതിൽ ഇങ്ങനെയാണ് മാച്ചിങ് എടുത്ത്, ഇതിലിങ്ങനെയാണ് മാച്ചിങ് എടുത്ത്. ഇതിൽ ഇപ്പോൾ മാച്ചിങ് എത്രയുണ്ട്? 2 മാച്ചിങ് ഉള്ളൂ, ഇതിലോ 3. അപ്പോൾ ഇതിൽ മാക്സിമം മാച്ചിങ് ഏതായിരിക്കും? ഇത്. അപ്പം ഒരു ഗ്രാഫിൽ വരക്കാൻ പറ്റുന്ന മാക്സിമം മാച്ചിങ്ങിനെയാണ് നമ്മൾ മാക്സിമം മാച്ചിങ് എന്ന് പറയാം. ഇനി എന്താ കവറിങ് എന്നറിയാം. ഇവിടെ മിനിമം കവറിങ് ആണ് കെ എന്നാണ് കാണിക്കേണ്ടത്. കവറിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ എടുക്കാം, ഇതിലെ ഏതൊരു എഡ്ജസ് എടുത്തു കഴിഞ്ഞാലും അതിലെ ഒരു എൻഡിനെ നമ്മൾ എന്ത് ചെയ്യുക? കവറിങ്ങിലേക്ക് കൊടുക്കുക. ഒരു എൻഡിനെ നമ്മൾ കെയിലേക്ക് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഏത് എഡ്ജ് നിങ്ങൾ എടുത്തോ അതിൽ ഒരു എൻഡെങ്കിലും എവിടെ ഉണ്ടാവും? കവറിങ്ങിലുണ്ടാവും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിലുണ്ടാവും, ഈ എൻഡ് കവറിങ്ങിലുണ്ട്. ഈ ഡാർക്ക് കൊടുത്തിട്ടുള്ള പോയിൻ്റാണ് കെ വരുന്നത്. ഇനി ഇത് നോക്കിയേ, ഇതൊരു കവറിങ്ങിലുണ്ട്. ഇത് കണ്ടോ, ഇതൊരു കവറിങ്ങിലുണ്ട്, ഈ എഡ്ജ് ഒരു കവറിങ്ങിലുണ്ട്, ഈ ഒരു എഡ്ജ് ഒരു കവറിങ്ങിലുണ്ട്. ഇനി മിനിമം കവറിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും മിനിമമായിട്ട് കവറിങ് കൊടുക്കാൻ പറ്റും. അതാണ് ഈ ഒരു ഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്രാഫിൽ നോക്കിയേ, നിങ്ങൾ ഏത് എഡ്ജ് എടുത്തോ ഇതിൽ 5 കവറിങ് ഉണ്ടായിരുന്നു അല്ലേ. ഇതിൽ കവറിങ്ങിൻ്റെ എണ്ണം 4 ഉള്ളൂ. എങ്കിലും നോക്കൂ, ഏത് എഡ്ജ് എടുത്ത് കഴിഞ്ഞാലും അതിൽ ഒരു എഡ്ജെങ്കിലും നമ്മുടെ കവറിങ്ങിലുണ്ടാവും. ഇപ്പോൾ ഈ എഡ്ജിലാണെങ്കിൽ ഒരു എഡ്ജ് കവറിങ്ങിലുണ്ട്, ഈ എഡ്ജിലാണെങ്കിൽ ഒരു എഡ്ജ് കവറിങ്ങിലുണ്ട്, ഇതിലാണെങ്കിൽ ഇത്, ഇതിലാണെങ്കിൽ ഇത്, ഇതിലാണെങ്കിൽ ഇത്. അങ്ങനെ ഏത് എഡ്ജ് എടുക്കുകയാണെങ്കിലും അതിലുണ്ട് ഒരു കവറിങ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ മിനിമം കവറിങ് എന്ന് പറഞ്ഞാൽ. ഏറ്റവും മിനിമമായിട്ട് കവർ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ മോഡ് എം സ്റ്റാർ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് കെ ടിൽഡ. എം സ്റ്റാർ എന്ന് പറയുന്നത് മാക്സിമം മാച്ചിങ് ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് കെ ടിൽഡ മിനിമം കവറിങ്. ഇത് നമുക്ക് തന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. മോഡ് എം സ്റ്റാർ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് കെ ടിൽഡയാണ്. നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് മോഡ് എം ഈക്വൽ ടു മോഡ് കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, മോഡ് എം സ്റ്റാറിനേക്കാളും കുറവായിരിക്കും എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. മിനിമം കവറിനേക്കാളും കൂടുതലായിരിക്കും കവറിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, മോഡ് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എം സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് കെ ടിൽഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് പറയാം. നമുക്ക് എന്താണ് എം ഈക്വൽ ടു കെ എന്നല്ലേ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ എം എന്തായിരിക്കണം? എം സ്റ്റാർ ആയിരിക്കണം. കെ ടിൽഡ എന്തായിരിക്കണം? കെ ആയിരിക്കണം.